നിലവിൽ സീരിയൽ സിനിമ എന്താണ് പരിപാടി ഇപ്പോൾ? ഇപ്പോൾ എന്താണ് സിനിമ 2 ചെയ്യുന്നുണ്ട്, ഒരു സീരിയൽ ചെയ്യുന്നുണ്ട്. അത് വേറെ ലാംഗ്വേജിലാണ് ചെയ്യുന്നത്. മലയാളം സീരിയൽസ് സ്റ്റോപ്പ് ചെയ്തിട്ട് 10 വർഷത്തിൽ കൂടുതലായി. പക്ഷേ ഇപ്പം ഞാനൊരു സീരിയലിൽ ഗസ്റ്റായിട്ട് വരുന്നുണ്ട്, ഒരു 4-5 സീനിൽ മാത്രമായിട്ട്. ഏഷ്യനെറ്റിൻ്റെ ഒരു സീരിയലിൽ വരുന്നുണ്ട്. ഇപ്പോൾ എന്താണ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയോ അതോ ഭർത്താവിൻ്റെ ബിസിനസ്സാണ്? എന്താണ് പരിപാടി? ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യണം. ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. 10-15 വർഷമായി അദ്ദേഹം ഈ ഫീൽഡിലാണ്, ബിസിനസ് ഫീൽഡിലാണ്. അപ്പം ഇന്ന് കേരളപ്പിറവി ദിവസമായിട്ട് അവരുടെ ഒരു മിനറൽ വാട്ടർ പ്ലാന്റ് മാനുഫാക്ചറിങ് അസോസിയേഷൻ്റെ കീഴിലൊരു പുതിയ ബ്രാൻഡ് അവർ ഇറക്കണം. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മിനിസ്റ്റർ വരുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി തന്നെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പുതിയ ബ്രാൻഡ് ഇറക്കണം. എത്രയോ 40 റുപ്പീസാണ് ഒരു ബേസായിട്ട് ചെയ്തിരിക്കുന്നത്. 40 റുപ്പീസിനൊക്കെ ഈ മിനറൽ വാട്ടർ 20 ലിറ്ററിൻ്റെ ജാറ് കിട്ടുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമല്ലേ? അതെ, അതൊരു സാമൂഹിക പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിന്റെ ലാഭവിഹിതത്തിൽ ഏതെങ്കിലും ഒരു പങ്ക് ചാരിറ്റിക്ക് കൊടുക്കും? ഇത് ചാരിറ്റി ഇവർ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട്, കുറേ ഉണ്ട്. ഈ 40 രൂപ എന്ന് പറഞ്ഞാൽ എന്തോ ഉണ്ടല്ലേ, ഇവരുടെ ചിലവുകളും കഴിഞ്ഞ് ഈ സാധനമൊക്കെ ഇത്ര വെയിറ്റുള്ള സാധനമല്ലേ വണ്ടിയിലൊക്കെ ഒരിടത്ത് എത്തിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത്രയും ചിലവല്ലേ അല്ലേ? ഡ്രൈവറിന് കൊടുക്കണം, വണ്ടിയുടെ എക്സ്പെൻസ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വളരെ തുച്ഛമായിട്ടൊരു എമൗണ്ടേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ അത് കുറച്ച് കൂടുതലായിട്ട് കിട്ടിയാൽ നിലനിന്ന് പോകാം. ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ഈ മിനറൽ വാട്ടർ പ്ലാന്റ് മാനുഫാക്ചേഴ്സ് കടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ പറയുന്നതിനേക്കാളും കൂടുതലും അതിൻ്റെ മെയിൻ ആൾക്കാർ പറയുന്നതായിരിക്കും. ശരി, വ്യവസായ സൗഹൃദമാണ് സർക്കാർ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് അനുഭവം ഉണ്ടായി? നിങ്ങളുടെ ഈ വ്യവസായത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? അല്ലാതെ ഫ്രണ്ട്ലി? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇതിനെപ്പറ്റി ഞാനൊരു കലാകാരിയാണ്. ഇതിനകത്ത് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ലാതെ കൂടുതൽ എനിക്ക് ബിസിനസിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. അദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അതിന് പ്രസിഡന്റ് ഉണ്ട്, സെക്രട്ടറി ഉണ്ട്, ഒരുപാട് ദുരനുഭവങ്ങളുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ അവരോട് ചോദിച്ചാൽ പറയും സന്തോഷമായിട്ട്. പിന്നെ എല്ലാ ബിസിനസ്സിലും ഉണ്ടല്ലോ കയറ്റിയിറക്കങ്ങൾ, എല്ലായിടത്തും ഉണ്ടല്ലോ. ഗവൺമെന്റിന്റെ ട്രസ്റ്റ് ഒന്നുമില്ല, ഇത് ഗവൺമെന്റിന്റെ സപ്പോർട്ട്. നമുക്ക് പിന്നെ അദ്ദേഹം മിനിസ്റ്ററിനെ നമ്മൾ പോയി കണ്ട്, മിനിസ്റ്റർ നല്ല സപ്പോർട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്തുണ്ടെങ്കിലും നമ്മുടെ കൂടെ ഉണ്ട്, ശക്തമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബിസിനസ് ജീവിതത്തിലും കലാജീവിതത്തിലും എല്ലാവിധ ഭാവങ്ങളും നേടി. താങ്ക് യു.